അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നല്ല കിഡിലിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ്, അതായത് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ഇന്ന് ഡാർക്ക് ചോക്ലേറ്റ് റെസിപ്പി ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ഹരി. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പേ വൈറ്റ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ചെയ്തായിരുന്നു. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ചെയ്തപ്പം അതിനകത്ത് ഒത്തിരി കമൻറ്റ് വന്നു, ബ്രോ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒത്തിരി കമൻറ്റ് വന്നു. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇപ്പോൾ കാർഡ് വരും, ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നല്ല കിഡിലിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ്, അതായത് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലാണ് നമ്മളിന്ന് ഡാർക്ക് ചോക്ലേറ്റ് റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, നോക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലെ ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ മതി. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു വലിയ ബൗളാണ്. ബൗള് ഗ്ലാസിൻ്റെയോ സ്റ്റീലിൻ്റെയോ എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഷുഗർ പൗഡറാണ്, അതായത് പഞ്ചസാര പൊടിച്ചത്. ഞാനിവിടെ കറക്റ്റ് ഒരു കപ്പോളം എടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പഞ്ചസാര മിക്സിയിലിട്ട് അടിക്കുക, രണ്ട് കറക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ ആ ഒരു അരിപ്പയിലോട്ട് നമുക്ക് പഞ്ചസാര പൗഡർ, ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതെ കൊക്കോ പൗഡർ തന്നെയാണ്. കൊക്കോ പൗഡർ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നൊരു സംഭവമാണ്. കാരണം 50 രൂപയുള്ളൂ ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇതില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് കറക്റ്റ് ഒരു 3/4 കപ്പോളം കൊക്കോ പൗഡർ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കൊക്കോ പൗഡർ നമുക്ക് ഈ ഒരു അരിപ്പയിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം വേണ്ടത് നമുക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡറാണ് വേണ്ടത്, അതായത് പാൽപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ അമൂല്യയുടെ പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഏത് പാൽപ്പൊടി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് ആ ഒരു പഞ്ചസാര പൗഡറും നമ്മുടെ ആ ഒരു കൊക്കോ പൗഡറും പാൽപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അവസാനം ഇങ്ങനെ അരിക്കുമ്പോൾ നമുക്ക് കുറേ തരി പോലത്തെ തരിപ്പ് കിട്ടും, കണ്ട ഇതുപോലെ. അപ്പം അങ്ങനെ ഒരു തരിപ്പ് നമുക്ക് അരിപ്പ യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അരിപ്പ വെച്ചിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അവസാനം ഇങ്ങനത്തെ രീതിയിൽ ആ ഒരു രൂപത്തിൽ തന്നെ കിട്ടണം, അതായത് ഒരു തരിതരിപ്പ് പോലും വരാതെ നമുക്ക് വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ലംസും കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു അരിപ്പേൻ്റെ മുകളിൽ ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ട നല്ലൊരു ഫൈൻ പൗഡറായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അടുക്കളയിലോട്ട് പോകാം. അവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് തവയിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതേക്ക് നമുക്കൊരു ബൗൾ വെച്ച് കൊടുക്കാം. ഡബിൾ ബോയിലിംഗ് എന്നാണ് ഈ പ്രോസസ്സിൻ്റെ പേര്. അതായത് നമ്മൾ ഡയറക്റ്റ് ഹീറ്റിലേക്ക് വെക്കുന്നില്ല. അതിൻ്റെ മീതേക്ക് നമുക്കൊരു 3/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ഗീ യൂസ് ചെയ്യാം, ബട്ടർ യൂസ് ചെയ്യാം. അതിൻ്റെ മീതേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത ഉടനെ നമുക്ക് തന്നെ ഒരു സ്പൂണോ ഒരു വിസ്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ കട്ട പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത ഉടനെ നമുക്ക് ആ വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഒരു ഫസ്റ്റ് 2 സ്പൂൺ അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 2-3 സ്പൂണും കൂടി ഗ്രാജുവലി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൺഫ്ലവർ ഓയിലിലോട്ട് നിങ്ങൾ ഈ ഒരു മിക്സർ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇട്ട് കൊടുത്ത ഉടനെ ആ ഒരു വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കട്ട പിടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുറച്ച് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡായിട്ട് ഇളക്കുക. ആ ഒരു ഷുഗർ പൗഡറും മിൽക്ക് പൗഡറും അതുപോലെ തന്നെ കൊക്കോ പൗഡറൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് അലിഞ്ഞ് ചേരുന്നത്. കണ്ട അപ്പോൾ ആ ഒരു ഡാർക്ക് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് പാർട്ട് ആണിത്. അവസാനത്തെ കുറച്ച് പൗഡർ കൂടെ മിച്ചമുണ്ടായിരുന്നു, നമുക്ക് അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ട കറക്റ്റ് ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡാർക്ക് കളർ കിട്ടുന്നുണ്ട് നമുക്കിവിടെ. അപ്പോൾ എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കണ്ട ഒഴുക്കം കണ്ട ആ ഒരു ചോക്ലേറ്റിൻ്റെ. അപ്പം ഇനി ഞാൻ ഇവിടെ എടുക്കുന്നത് 2 മൗൾഡാണ്. അപ്പോൾ മൗൾഡ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഐസ് ക്യൂബിന് ട്രേ ഉണ്ടല്ലോ, അതെടുത്താലും മതി. അപ്പം ഞാനിവിടെ ചോക്കോബാറിൻ്റെ ചെറിയൊരു ഷേപ്പിലെ ഒരു മൗൾഡാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് മീതേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ മിക്സർ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ ഒരു മൗൾഡിൻ്റെ ട്രേയിലകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഞാൻ രണ്ടാമത്തെ ഡ്രൈ ബ്രെഡ് എടുക്കുന്നുണ്ട്. അതും ചെറിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ അതിൻ്റെ മീതേക്ക് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റിന് സിറപ്പൊക്കെ മൗൾഡിൽ നമ്മൾ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മളിത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ മേളിൽ കുറച്ച് ഐസിൻ്റെ തരിതരിപ്പ് ഉണ്ടായിരുന്നത്. ശരിക്കും 2-3 മണിക്കൂർ വെച്ചാൽ മതി. നമുക്കന്ന് ചില സാങ്കേതിക തകരാറ് മൂലമാണ് നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തത് വീഡിയോ. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബാറിൻ്റെ ഷേപ്പിലെടുത്ത ചോക്ലേറ്റും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ കിഡിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, അടിപൊളി ഒരു ഡാർക്ക് കളർ തന്നെ നമ്മുടെ ഈ ചോക്ലേറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളോട് ഞാൻ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്, നമുക്കൊന്ന് തിന്ന് നോക്കാം. അടിപൊളി. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു കടയിൽ മേടിക്കുന്ന ആ ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കൊക്കോ പൗഡർ ഇട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു കയ്പ്പ് ടേസ്റ്റ്, ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ട്. വലുതായിട്ടൊന്നുമില്ല, പക്ഷേ ഫുള്ളായിട്ട് മധുരമാണ്, നല്ല മധുരമാണ് ഇത് കഴിക്കുമ്പോഴേക്കും. ആ കയ്പ്പിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ടൊന്നും അറിയാൻ പറ്റുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നവരെ അണ്ടിൽ ദെൻ ബൈ ബൈ.